ഇത് 1,00,000 രൂപ അഡ്വാൻസ് ഉണ്ട്. നിന്റെ വളയം പിടിക്കൽ ലക്ഷ്യം കണ്ടാൽ പറഞ്ഞ തുകയും ഒരു ടിപ്പർ ലോറി ഞാൻ നിനക്ക് തരും. കൊല്ലണം. ഇപ്പോ ടിപ്പർ ലോറി ഇടിച്ച ആൾക്കാർ മരിക്കുന്നത് സർവ്വസാധാരണമാണല്ലോ. രാങ്ങി വരുന്നുണ്ട്. അവള് നിന്നെ കാണണ്ട. നീ അങ്ങോട്ട് മാറി നിന്നോ. പറയടോ. ഇനിയിപ്പോ അതിന് മാറ്റമൊന്നുമില്ല. ആരെ കൊല്ലുന്ന കാര്യ സാഗർ പറയുന്നേ? അതേടോ, ജീവന് ഭീഷണിയാണെങ്കിൽ വന്യമൃഗങ്ങളെ കൊല്ലുക തന്നെ വേണം. എത്ര പേരാ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്? അതിനെയൊക്കെ കൊല്ലുക തന്നെ വേണം. നമുക്ക് വൈകിട്ട് കാണാം. ശരി. ഞാൻ നമ്മുടെ സിയാദിനോട് സംസാരിക്കുകയായിരുന്നു. കാട്ടുമൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങി മനുഷ്യരെയൊക്കെ കൊന്നോണ്ടിരിക്കുകയല്ലേ. അതിനെയൊക്കെ കൊല്ലണമെന്നാ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. ഞാനങ്ങ് വിശ്വസിച്ചു എന്നൊന്നും കരുതണ്ട. ദേ സാഗറെ, ആരെയും കൊല്ലാനും തിന്നാനും ഒന്നും പോണ്ട. പഴയ ഗുണ്ടാപ്പണിയൊക്കെ അങ്ങ് നിർത്തിക്കോണം. അതൊക്കെ ഞാൻ എന്തേ നിർത്തി. എന്റെ പൊന്നെ രാഗി, ദേഷ്യപ്പെടാതെ. അങ്ങനെ ഒരു ഗുണ്ടായുസത്തിനൊന്നും ഞാൻ പോവില്ല. എന്റെ രാഗിയാണ് സത്യം. അവൾക്ക് വരാൻ കണ്ടൊരു സമയം. വാടാ. എന്തു വന്നാലും ദിയമോളെ തീർത്തിരിക്കണം. സുഹൃത്താണെന്ന് സമ്മതിച്ച് വീട്ടിൽ കയറ്റി സൽക്കരിച്ചു. കുറച്ചു ദിവസം താമസിക്കാൻ ഇടവും തന്നു. അതെന്റെ മര്യാദ. സമ്മതിക്കുന്നു. അല്ല, ഞാൻ എന്ത് മര്യാദകളാ കാണിച്ചത്? നീ വീണ്ടും വന്ന എന്തിനാടാ? എന്റെ ഭാര്യയുടെ മേലെ അമിത സ്വാതന്ത്ര്യം എടുക്കാൻ നിനക്ക് എന്താണ് അവകാശം? അവളില് കണ്ണു വെച്ചോണ്ടുള്ള കളിയിലെ നീ കളിക്കുന്നത്. തീക്കട്ടയിൽ ഉറുമ്പരിച്ച ചരിത്രമില്ലെന്ന് നീ മറക്കരുത്. മച്ചു, നമ്മൾ രണ്ടും തീക്കട്ടകളായിരുന്നു. പണം തട്ടിയെടുക്കാൻ വേണ്ടി നീ എന്നെ ഒറ്റുകൊടുത്തു. എന്നിട്ട് എന്റെ പണം എറിഞ്ഞ് കളിച്ച് നീ വലിയ കോടീശ്വരനായി. ഓ, തീക്കട്ടയായിരുന്ന നീയേ കേറിയങ്ങ് പെരും തീയായില്ലേ. ഞാനിന്നും വെറും തീക്കട്ട അല്ലേ? പക്ഷേ ഒന്നോർത്താ, ചാമ്പൽ മൂടി കിടക്കുന്നേ ഉള്ളൂ, ഉണഞ്ഞിട്ടില്ല ഇപ്പോഴും. എന്താ ഇത്? നിനക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. ഇത് മുംബൈയിലേക്കുള്ള ടിക്കറ്റാ. അവിടെ 2 ദിവസം നിൽക്കുമ്പോ നിനക്ക് ദുബായിലേക്ക് പറക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരും. നീ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തുള്ള ജീവിത സൗകര്യത്തിൽ നിനക്കവിടെ കഴിയും. മച്ചു, ഞാൻ നിന്നോട് ദുബായ് ടിക്കറ്റ് ചോദിച്ചില്ല. നിരഞ്ജൻ ആവശ്യപ്പെട്ടത് മതി. നിരഞ്ജന് പണം അതെനിക്ക് ഇപ്പൊ തരണം. ഇല്ല. ഇല്ലേ? എന്നാ ഓക്കെ. കൊള്ളാലോ, ഞാൻ ഹാപ്പിയാണ്. കുറ്റപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ഞാൻ ആളല്ല മോനെ.
ഇനി അത് ചെയ്ത അതെന്റെ വിഡ്ഢിവേഷമാവുമെന്ന് എനിക്കറിയാം. അല്ല, നിന്റെ മൊബൈലിൽ വന്ന പെൺകുട്ടിയുടെ ഫോട്ടോ നീ കണ്ടോ? കണ്ടു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാനും അച്ഛനും തമ്മില് നിന്റെ കാര്യത്തിലെ എന്നും തർക്കത്തിലും പിണക്കത്തിലും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഞങ്ങൾ തമ്മില് ഒരു തർക്കവും പിണക്കവും ഒന്നും ഉണ്ടായിട്ടില്ല. ആ പെണ്ണ് നിനക്ക് കൊള്ളാമെന്ന ഒരേ ഒരു ശബ്ദമായിരുന്നു ഞങ്ങൾക്ക്. മോനെ, ഈ കുടുംബം അന്യം നിന്ന് പോകരുന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഒരു അനന്തരാവകാശി വേണം. അതിനു വേണ്ടിയാ മോനെ ഈ അച്ഛൻ നിന്റെ കാല് പിടിക്കുന്നത്. മോനെ, നിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വിളിക്കാമെന്നാ ആ മാട്രിമോണികളിലെ പെൺകുട്ടി അവർക്ക് വാക്കു കൊടുത്തിരിക്കുന്നത്. ശ്യാമേ, ഈ ബന്ധത്തിന് നിനക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതം.